ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടേസ്റ്റി ട്രിപ്സ്. ടേസ്റ്റി ട്രിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്ന ദ ഗ്രേറ്റ് ഇന്ത്യൻ ഫുഡ് ആർട്ട് എന്ന ഫുഡ് ഫെസ്റ്റിവലിലാണ്. കോഴിക്കോട് സരോവരം പാർക്കിനടുത്ത് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിലാണ് മെയ് 3 ആരംഭിച്ച ഈ ഫുഡ് ഫെസ്റ്റിവൽ. ഇത് മെയ് 12 വരെയാണ് ഇവിടെ നടക്കുന്നത്. വൈകുന്നേരം ഒരു 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഇവിടെ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരാൾക്ക് എൻട്രി ഫീ 100 രൂപയാണ്. ആ 100 രൂപയ്ക്കുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് വാങ്ങി ഉള്ളിൽ നിന്ന് കഴിക്കാനും സാധിക്കും. ഓരോ സ്റ്റേറ്റിൽ നിന്നുമുള്ള ഓരോ സ്ഥലത്തു നിന്നുള്ള ഫുഡ് അതാത് സ്ഥലത്തെ ഓതന്റിക് ആയിട്ടുള്ള ഷെഫുമാരാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് അതേ ടേസ്റ്റ് നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. Okay. Most favorite of Kerala. Kashmiri pulao. Rogan Josh. Shami kebab. ये जयपुर का है ना? हाँ जयपुर. ये क्या है? गुलट्टी. हाँ, ये स्वीट है ना? हाँ स्वीट है. हाँ, मीठा है. और क्या? चिकन बिरयानी. बिरयानी है. चिकन बिरयानी. हाँ. ओके. चिकन ओके. കാശ്മീർ മുതൽ ലക്ഷദ്വീപ് വരെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ഓരോ സ്ഥലത്തെയും പ്രധാനപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ, അവിടുത്തെ വിഭവങ്ങളാണ് ഇവിടെ തന്നെ ഉണ്ടാക്കി നമുക്ക് നൽകുന്നത്. നമുക്കിഷ്ടമുള്ളത് നമുക്ക് ഇവിടുന്ന് കൂപ്പൺ ഉപയോഗിച്ചിട്ട് വാങ്ങി കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ മ്യൂസിക് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അതും ആസ്വദിക്കാം. ക്വാണ്ടിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ചധികമാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഓരോ സ്റ്റേറ്റിൽ നിന്നുമുള്ള ഫുഡ് വളരെ ഒതൻറ്റിക്കായിട്ട് അവിടുത്തെ ഷെഫ്മാരുണ്ടാക്കി നമുക്ക് നൽകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് രുചിയിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കും. അതുതന്നെയാണ് എൻ്റെ പ്രത്യേകത. കൂടാതെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പല വിഭവങ്ങളുണ്ട്. കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നുള്ള സ്പെഷ്യൽ വിഭവങ്ങൾ, പാലക്കാടൻ മസാല സോഡ പോലെ വിഭവങ്ങൾ ഒക്കെ അതും നമുക്കിവിടെ ലഭ്യമാണ്. വെജിറ്റേറിയൻ വിഭവങ്ങളും നോൺ വെജിറ്റേറിയൻ വിഭവങ്ങളും ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ബിരിയാണിയൊക്കെ, ചിക്കൻ ബിരിയാണിയൊക്കെ പല തരത്തിലുള്ള ചിക്കൻ ബിരിയാണികൾ, ഓരോ സ്റ്റേറ്റിൽ നിന്നുള്ള ചിക്കൻ ബിരിയാണിയുടെ വെറൈറ്റി നമുക്ക് ശരിക്കും ടേസ്റ്റ് ഇവിടെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും.